നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന കീബോർഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. നമ്മളൊക്കെ സാധാരണ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗും അതുപോലെ തന്നെ രാത്രി ഗുഡ് നൈറ്റും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. കാരണം ഞാൻ കീബോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തത്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ഈ മെസ്സേജ് അയക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മുകളിലായിട്ടൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഡിക്ഷണറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഡിക്ഷണറി എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ പേഴ്സണൽ ഡിക്ഷണറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ അറബി മലയാളമൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മുകളിൽ വലത്ത് ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 2 ലൈന് കാണാൻ സാധിക്കും. ഒന്നാമത്തെ നമുക്ക് ടൈപ്പ് വേർഡ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ടൈപ്പ് ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ടെങ്കിൽ ഇതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തു. താഴെ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാനിപ്പോൾ GM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗുഡ് മോർണിംഗ് എന്നതിൻ്റെ ഷോർട്ട് ലെറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും 2 അക്ഷരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും അടുത്ത സെൻറ്റൻസിന് വേണ്ടി ഏറ്റവും മുകളിൽ വീണ്ടും ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിവിടെ വേണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ആരെങ്കിലുമൊക്കെ മൊബൈൽ നമ്പർ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് എനിക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തു. താഴെ മൊബൈൽ നമ്പറിന് വേണ്ടി MO എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ 2 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൊബൈൽ നമ്പറാണ്. MO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ വരും. GM എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് കട്ടും നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് GM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചത് അതുപോലെ വരും. ഇപ്പോൾ ഞാൻ നേരത്തെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. MO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ വന്നിരിക്കുന്നത്. ജസ്റ്റ് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇനി ആരെങ്കിലും മൊബൈൽ നമ്പറൊക്കെ ചോദിച്ചാൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട. നിങ്ങളുടെ Gmail ID ആരെങ്കിലും ചോദിച്ചാൽ Gmail നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ആരെങ്കിലും ചോദിച്ചാൽ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തു ഒരു ജസ്റ്റ് ഷോർട്ട് കട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഷോർട്ട് കട്ട് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കീബോർഡിൽ അത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന് പകരം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇത്തരം മെസ്സേജുകളൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ള മെസ്സേജുകളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. ഓരോരുത്തർക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, ഈ ഒരു ട്രിക്ക് നമ്മൾ ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡിനകത്താണ് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ Gboardനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. വളരെ വ്യത്യസ്തവും ഒരുപാട് ഫീച്ചറുകളും അടങ്ങിയിട്ടുള്ള ഒരു കീബോർഡാണ് ഗൂഗിളിൻ്റെ Gboard എന്നുള്ളത്. എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു കീബോർഡ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മൊബൈൽ ഫോണിൽ ഇത്തരം കീബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ Gboard എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഗൂഗിളിൻ്റെ Gboard നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.